ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു പക്കവടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ സബോളയും പച്ചമുളകും കുനുകുന അരിഞ്ഞതാ ഇതേപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കടലമാവും മൈദപ്പൊടിയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മൈദപ്പൊടി ഇട്ടു, പിന്നെ നമ്മൾ കടലമാവും ഇട്ടു. ഇത് 1 ഗ്ലാസ് മൈദപ്പൊടിക്ക് 1/2 ഗ്ലാസ് കടലമാവ്, അങ്ങനെയാട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി ആവശ്യത്തിനല്ല, ഒരു സ്പൂൺ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ചിടാം. നമുക്കിവിടെ എരിവ് ഇഷ്ടമാണ്, 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ടിത് കുഴച്ചെടുക്കണം. വെള്ളം ഒത്തിരി കൂടിയും പോകല്ല, എങ്കിലും ഒരുപാട് കുറഞ്ഞും പോകരുത്. ആ ഒരു ഇതിൽ നിൽക്കണം. കണ്ടില്ലേ, ഇതേപോലെ ഒരു ഇതിലാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇനി ചട്ടി വെച്ചു. എണ്ണ നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഓരോരോ പക്കുവടകളായിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല സ്മെല്ലാട്ടോ ഇത് ഇങ്ങനെ എണ്ണയിൽ ഇടുമ്പോഴത്തേക്കും. അപ്പോൾ ഇട്ടു. നല്ല മണമാണ് ഇത് ഇടുമ്പോൾ. നല്ല കറിവേപ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാം സെറ്റായി വരുന്നുണ്ട്. വെന്ത് വരാൻ അധികം സമയം വേണ്ട, ഒരു 5 മിനിറ്റിൽ എല്ലാം ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കാം. അത്രേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കണ്ടില്ലേ, സെറ്റായി വരുന്നുണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇട്ടിത് നന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല മൊരിച്ചെടുക്കണം. നല്ല ഉള്ള വേഗം വേണം, നല്ല മൊരിഞ്ഞ് ഇരിക്കണം. അതുപോലെ വേണം സെറ്റാക്കാൻ വേണ്ടി. കണ്ടില്ല, നമ്മൾ ഓരോന്നോരോന്നായിട്ട് അപ്പുറം ഇപ്പുറമൊക്കെ ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇത് കണ്ടില്ലേ, ഈ ഒരു കളറാകുമ്പം നമ്മൾ ഈ പക്കോടകളെല്ലാം എടുത്ത് മാറ്റണം. ഒത്തിരി ഓയിലൊന്നും പിടിക്കത്തില്ല. അപ്പോൾ എല്ലാം എടുത്ത് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇതേപോലെ ഫ്രൈ ചെയ്ത് എടുക്കണം. ഭയങ്കര സിമ്പിളാണ്. പിന്നെ നമ്മളെല്ലാം വറുത്ത് കോരി പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരെണ്ണം കഴിച്ച് നോക്കാം. അടിപൊളി ടേസ്റ്റ് ആട്ടോ. നല്ല മുരാന്നിരിക്കും, നല്ല ഇനി കറുമുറാന്ന് ഇരിക്കും. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.